CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. അന്ത്യ അത്താഴ സ്മരണയിൽ പെസഹ ആചരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ. പെസഹ ആചരണത്തിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽക്കഴുകൽ ഉൾപ്പെടെയുള്ള തിരുകർമ്മങ്ങളും നടന്നു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ തുക്കവെള്ളി ദിനത്തിലെ പ്രസിദ്ധമായ നേർച്ചയായ കടുമാങ്ങ തയ്യാറാക്കാൻ ഒരുക്കങ്ങളായി. 3500 കിലോയിലേറെ മാങ്ങ ഇതിനായി പള്ളിയിലെത്തിച്ചു. അണ്ടത്തോട് പെരിയമ്പലത്ത് ബൈക്കും മിനി പിക്കപ്പും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. ബൈക്ക് യാത്രികൻ മലപ്പുറം നെടിയിരിപ്പ് സ്വദേശി നവീൻ രാജാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. പെരുമ്പിലാവിൽ വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴിയിലേക്ക് കാർ മറിഞ്ഞു. കാർ യാത്രക്കാരായ ദമ്പതികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചരിത്രപ്രസിദ്ധമായ കേച്ചേരി പറപ്പൂക്കാവ് പൂരമഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർണ്ണം. വെള്ളി ശനി ദിവസങ്ങളിലായാണ് പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേലവരവ് പൂരമഹോത്സവം എന്നിവ ആഘോഷിക്കുന്നത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന ആഘോഷങ്ങളുടെ തത്സമയ സംപ്രേഷണം ചാനൽ നമ്പർ 46 TCV ഉത്സവിലും ചാനൽ നമ്പർ 49 CCTV പ്രാദേശികത്തിലും പ്രേക്ഷകർക്ക് ആസ്വദിക്കാം. എരുമപ്പെട്ടി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും റിട്ടയർഡ് അധ്യാപകനുമായ പൂങ്കുന്നം കേശവത്ത് കേശവൻ നമ്പീശൻ നിര്യാതനായി. 88 വയസ്സായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. എരുമപ്പെട്ടി കടങ്ങോട് റോഡിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. അണ്ടത്തോട് മണത്തല ചെട്ടിയാൻ വീട്ടിൽ ദിലീപിനാണ് പരിക്കേറ്റത്. നാടക് ഗുരുവായൂർ കുന്നംകുളം മേഖലാ കമ്മിറ്റിയും ചൂണ്ടൽ ഗ്രാമീണ വായനശാലയും സംയുക്തമായി ലോക നാടക ദിനം ആചരിച്ചു. വായനശാല ഹാളിൽ നടന്ന നാടക ദിനാചരണത്തിൽ നാടകകൃത്തും കവിയുമായ വാസൻ പുത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ ബൂത്ത് തല പര്യടനത്തിന്റെ ഭാഗമായി പന്നിത്തടം മേഖലയിലെ വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും വാർഡ് തല ആരോഗ്യ ശുചിത്വ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ പഞ്ചായത്തിലെ 16 വാർഡുകളിലും അയൽമുറ്റ ആരോഗ്യ സഭകൾ സംഘടിപ്പിക്കുന്നു. നെല്ലുവായ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കുട്ടഞ്ചേരി ദേശത്തിന്റെ തോൽപ്പാവക്കൂത്ത് മഹോത്സവം വർണ്ണാഭമായി. കമ്പരാമായണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്നത്. കണ്ടാണശ്ശേരി മാക് സംഗീത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമവും സമാദരണ സദസ്സും സംഘടിപ്പിച്ചു. മാക് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഡോക്ടർ VR ബാജി അധ്യക്ഷനായി. വടക്കേക്കാട് ICA മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ ഷെരീഫ് പോവലിന് യാത്രയയപ്പും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിൽ ചിറക്കൽ ഗുഹയുടെ സമീപവാസികൾക്ക് നീതി ലഭ്യമാക്കണമെന്ന ആവശ്യം. ചിറക്കൽ ഗുഹയുടെ സമീപ പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള നിയന്ത്രണങ്ങൾ ജനങ്ങളെ വലയ്ക്കുകയാണ്. പെസഹാചരണത്തിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽക്കഴുകൽ ഉൾപ്പെടെയുള്ള തിരുകർമ്മങ്ങളും നടന്നു. കാട്ടകാമ്പാലിൽ കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചു. പഴഞ്ഞി ചീരൻ വീട്ടിൽ കൊച്ചുകുഞ്ഞന്റെ മകൻ ഷാജന്റെ പറമ്പിലെ വാഴകൃഷിയാണ് നശിപ്പിച്ചത്. വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിൽ പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്നേഹ തണ്ണീർക്കുടം സ്ഥാപിച്ചു. എരുമപ്പെട്ടി കടങ്ങോട് മനപ്പടിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റു. കടങ്ങോട് മനപ്പടി പുത്തൻപീടികയിൽ നൌഷാദ്, ഭാര്യ തസ്ലീഹ, മകൾ 1.5 വയസ്സുള്ള നൈഷ ഇശൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. പെരുമ്പിലാവിൽ യുവാവിന്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തി. പരുവക്കുന്ന് ചങ്കരത്ത് വളപ്പിൽ പരേതനായ മുഹമ്മദ് മകൻ 44 വയസ്സുള്ള അഷ്റഫാണ് മരിച്ചത്. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.